ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്നെ എടുക്കുക. രാവിലെ കഞ്ഞിയും കറിയൊക്കെ ആയോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്നെ എടുക്കണേ. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇവിടെ രാവിലെ ഇഡ്ഡലി ആയിരുന്നു. ഇപ്പം ഉച്ചത്തേക്ക് കറിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കറിക്കൊന്നും ഉണ്ടായില്ല. ഒന്നുമില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരും മാങ്ങയും ചെമ്മീനും വെച്ചത് ഇരിക്കുന്നുണ്ട്. അത് ഇന്നലെ വെച്ചതാണ്. അപ്പം ഇന്നിപ്പോൾ കറിക്ക് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മീനും തീർന്നു പോയി. അന്ന് എനിക്ക് എന്നാ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആകെ ഫ്രിഡ്ജിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇരിക്കണേ 2 തക്കാളിയും ഇതേപോലെ 2 തക്കാളിയും 2 ക്യാരറ്റും ഇരിക്കണുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ വേഗം തന്നെ പറമ്പിലേക്ക് ഇറങ്ങി തക്കാളി, സവാള, ക്യാരറ്റ്, പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ 2 ചേമ്പ് പെട്ടെന്ന് പോയി 2 ചേമ്പ് പറിച്ചുകൊണ്ട് വന്നു. ചേമ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേമ്പ് കുറച്ചേ കിട്ടിയുള്ളൂ. കാരണം നടാനൊക്കെ എടുത്തായിരുന്നല്ലോ, സമയം കഴിഞ്ഞായിരുന്നല്ലോ. എന്നാലും നമുക്ക് അത്യാവശ്യം കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ടതാ. പിന്നെ വേഗം ഒരു കപ്പങ്ങയും കൂടി കുത്തിയെടുത്തു കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടുത്ത് ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ വേഗം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയം കൊണ്ട് ഒരു കപ്പങ്ങയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ കുരുവൊക്കെ കളയാതെ നമ്മളത് അതുപോലെ ഇങ്ങനെ പാകി പിടിപ്പിച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഒരു കപ്പങ്ങ കറി ഒലുത്താം. അങ്ങനെ പല ചാളയിൽ ഞാൻ ഇന്നലെ ചാളയിൽ കപ്പങ്ങ ഇട്ട് വെച്ചിട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നാ രുചിയാണെന്നറിയാമോ? അപ്പോൾ പിന്നെ ചാളയ്ക്ക് അത്ര നെയ്യില്ലാത്തത് കൊണ്ട് നേരത്തെ പണ്ടത്തെ അത്ര ആ ഒരു ടേസ്റ്റ് വരത്തില്ല. കാരണം നെയ്യൊക്കെ ഉള്ള സമയത്ത് ചാള വയ്ക്കാൻ നല്ല, ഈ കപ്പങ്ങയൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കപ്പങ്ങയ്ക്കും അതിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ ഇവിടെ കുഞ്ഞു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചനും ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ അങ്ങനെ അത് മാത്രം പെറുക്കി തിന്നോളും. കുഞ്ഞു മോളെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു മോളുടെ കാര്യമാണ് പറയണേ. അപ്പോൾ അങ്ങനെ ഇപ്പം കപ്പങ്ങയും കൂടി കിട്ടിയിട്ടുണ്ട്. ആ കപ്പങ്ങയും കൂടി അരിഞ്ഞ് അപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു സാമ്പാറിനുള്ള ഇതായല്ലോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം തന്നെ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ ഇപ്പം ഒന്നുമില്ലാതിരുന്ന സമയത്ത് നമുക്ക് ഇത്രയും കഷ്ണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേഗം തന്നെ റെഡിയാക്കി. ഇഡ്ഡലി കഴിക്കാത്തവരുണ്ട്, ഇതുവരെ കഴിക്കാതിരിക്കുന്നത്. ഒരെണ്ണം 10 മണിക്ക് അംഗനവാടി പോകാനുള്ളതാണ്. എഴുന്നേറ്റൊക്കെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിന് സാമ്പാർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വേഗം തന്നെ റെഡിയാക്കി സാമ്പാറാക്കി കൊടുത്ത് സാമ്പാറും റെഡിയാക്കി കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചുകൊണ്ട് തയ്യാറാക്കണത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ കറി? പിന്നെ വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. 2-3 വാഴക്കൂമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒഴിച്ചെടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇന്നത്തെ ഉച്ചത്തേക്കൊരു തോരനും ആക്കാം. അപ്പോൾ ഇത് സാമ്പാറുമായി. പിന്നെ ചക്കക്കുരു മാങ്ങ വെച്ചത് ഇരിക്കുന്നുണ്ട്. അച്ചാറുണ്ട്. ധാരാളം ഒരു കറിയേ ഉള്ളെങ്കിലും കൂട്ടും. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പറമ്പിൽ പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് കാര്യങ്ങൾ ചെയ്യണം. അന്നേരം പിന്നെ ഇപ്പോൾ രാവിലെ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്യാം. നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടപ്പോൾ ക്യാമറ ഓണാക്കി വെച്ചിങ്ങനെ പിടിച്ചും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ വേഗം എൻ്റെ പണിയും തീരും. നിങ്ങളുടെ ക്ഷേമാന്വേഷണം ചോദിക്കുമായി അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ജോലിക്ക് പോകണവരൊക്കെ ജോലിക്ക് പോയി കാണുമല്ലോ. സമയം 9 മണി ആവാറായില്ലേ, 9-9:30 ആയില്ലേ. പിന്നെ എന്താ, പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. പിന്നെ വീട്ടിലിരിക്കണ പാരൻസ് എന്തെടുക്കുവാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? പരസ്പരം എല്ലാവരും ഓർക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അറിയാലോ. എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. തൊണ്ടവേദന, പനി കാര്യങ്ങളൊന്നും വരാതെ എല്ലാവരും നോക്കണം. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. ഇനി അടുത്തൊരു വീഡിയോ പിന്നെ കാണിക്കാം. പിന്നെ ഇന്നലെ സന്ധ്യയായി രാത്രിയായപ്പോൾ ഞാനൊരു കത്തിക്ക് മൂർച്ച കൂട്ടിയൊരു സംഭവം കാണിച്ചായിരുന്നില്ലേ. അതാട്ടെ ഇത്. ഈ കത്തിയായിരുന്നു അത്. ഇപ്പം നല്ല മൂർച്ചയുണ്ട് അത്യാവശ്യം. പണ്ട് നമ്മളിത് കഴിഞ്ഞ ദിവസം 5-6 മാസമായി ഇത് കാച്ചിച്ചിട്ട്. ഇവിടെ വന്ന സൈക്കിളും കണ്ട് ഒരാൾ വന്നായിരുന്നേ. അപ്പം അയാൾ വന്നു കഴിഞ്ഞപ്പം ഇവിടെ കാച്ചി തന്നതാണ്. അപ്പം മൂർച്ചയൊക്കെ പോയി. സ്ഥിരം ഞാൻ ഈ കത്തി തന്നെ ഉപയോഗിക്കണം. വേറെ എത്ര കത്തി ഉണ്ടെങ്കിലും എനിക്ക് ഇതാ ഇഷ്ടം. അതുകൊണ്ട് ഇതാകുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ കുറവുണ്ട്. നല്ല സുഖമാട്ടോ ഇതിങ്ങോട്ട് പിടിക്കാനായിട്ട്. നല്ല രസമാണ്. പിന്നെ അതുപോലെ കൈമുറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചോളാം, സൂക്ഷിച്ചോളാം കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നലെ ടൈലിൻ്റെ പീസിൽ നമ്മൾ കത്തിയൊക്കെ സാധാരണ നമ്മളിപ്പോൾ ഈ കല്ലേലൊക്കെ വന്നിട്ട് ഉരച്ചല്ലേ ഇതിങ്ങനെ മൂർച്ച കൂട്ടുന്ന, അല്ലെങ്കിൽ ആലയെ കൊണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഇതുപോലെ സൈക്കിളുകാരൻ വരുമ്പോഴൊക്കെ. അപ്പോൾ അവരൊക്കെ എന്നാ വരണേ. പിന്നെ അതുപോലെ എപ്പോഴും നമുക്ക് ആലയെ കൊണ്ടുപോയി കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു എളുപ്പ വഴിയാണ് നമ്മുടെ ടൈലിൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് നന്നായിട്ട് അതിനകത്തിട്ട് ഇങ്ങനെ രാഗി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷാർപ്പായി കിട്ടും കേട്ടോ നമുക്ക്. അപ്പം അത്യാവശ്യം നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും നമുക്ക്. തരാം കേട്ടോ. സാമ്പാർ ഇഡ്ഡലി മോന് തരാം കേട്ടോ. തരാം. ചമ്മന്തി
ഓക്കെ, പിന്നെ വേറെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.